ഞാൻ റെഡി. എത്ര നേരമായി ഇവിടെ ഒന്ന് കാത്തിരിക്കുന്നത്? വാ പോവാ. മണിയാ, അവിടെ നിൽക്കൂ. ഇവൾക്ക് ഒരു കുട വാങ്ങണം. ഞാൻ ഇനി എന്നാണ് അങ്ങാടിയിലേക്ക് പോവുക? ഞാൻ വാങ്ങിക്കൊടുക്കാൻ ബാലേട്ടാ. ഒരു ഉദ്യോഗസ്ഥനും ശമ്പളക്കാരനൊക്കെ ആവുമ്പോ വാങ്ങിക്കൊടുത്തോളൂ. എന്റെ കയ്യിലുണ്ട്. ഇനിയും ഉണ്ടാവട്ടെ, വാങ്ങിച്ചോളൂ, മടിക്കണ്ട. ബാലേട്ടന്റെ ഇഷ്ടം. നടന്നോളൂ, നേരം വൈകണ്ട. ഒന്ന് നിക്കണേ. പുതിയ വിത്ത് കുറച്ച് തരാനുണ്ടാവോ? കുറച്ചേ ഉള്ളൂ, ഞാൻ മുളപ്പിച്ചിട്ടില്ല. ഏതായാലും ഉള്ളത് തരാം. എന്നാ വലിയ ഉപകാരം. ഞങ്ങളൊക്കെ പഴയ കൃഷിക്കാരാ. എന്നാലും നെല്ല് നിങ്ങൾക്ക് തന്നെ. അതുകൊണ്ട് വിത്തൊന്ന് മാറ്റി നോക്കാമോ എന്ന് കരുതി. വിത്തൊന്നും മാറ്റിയത് കൊണ്ട് പ്രയോജനമില്ല. പഴയ കൃഷി സമ്പ്രദായമൊക്കെ മാറ്റണം. ജാലവിദ്യ കൊണ്ടൊന്നുമല്ല ഞാൻ ഈ കാണുന്നതൊക്കെ വിളയിച്ചിട്ടിരിക്കുന്നത്. നീ ഒന്ന് വേഗം നടക്കുന്നുണ്ടാ? എനിക്ക് വയ്യ ഓടാൻ. എന്നോട് പിണങ്ങിട്ടാ? എനിക്ക് ആരോടും പിണക്കമില്ല. ഞാൻ വിചാരിച്ചു പിച്ച നടന്നാലൊന്നും പറ്റില്ല. ഓടാൻ ഞാൻ വേണമെങ്കിൽ, പറക്കാനൊന്നും പറ്റില്ല. പറഞ്ഞാലും മതിയാവില്ല ചിലപ്പോ. എന്നാ ഞാനില്ല. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലി വാങ്ങണം. പണം വേണം, കുറെ പണം. അപ്പോ അല്ലെങ്കിൽ എന്തിനാ വല്ലയിടത്തേക്കും പോണേ? ബാലേട്ടനൊക്കെ ഇവിടെ. നിങ്ങൾക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കും സ്വത്തുണ്ട്, കൃഷിയുണ്ട്. എനിക്കില്ല. മണിയേട്ടൻ തന്നെയായി പറയണേ. ഞാനങ്ങ് പോട്ടെ. കണ്ടത് നന്നായി. സംഗതി ക്ലീൻ. ശങ്കീരി ട്രീറ്റ്മെന്റില് ഒരു നറുക്ക് ചേർന്നോളൂ. കുറെ ദിവസമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നു. മാസം 5 രൂപ. വേണ്ട. പിരിവിന് ഞാൻ തന്നെ വന്നേക്കാം. തനിച്ച്. സംഗതി ക്ലീൻ. ഞാൻ പോട്ടെ. നേരം വെയിലായി. വെയിലായി. പിന്നെ സമ്മതം മതി. പണം ഈ ട്രീറ്റ്മെന്റ് ചിഹ്നം തന്നെ അടച്ചേക്കാം. സംഗതി ക്ലീൻ. വഴിവിടി. അല്ല, സംഗതി കൊള്ളാമല്ലോ. നല്ല ചട്ടി, ഒരാൾക്ക് വെക്കാൻ പാകം. അയ്യോ അയ്യോ. എടീ, നിന്നേക്കാൾ വലിയ മൂർഖം പാമ്പിനെ പിടിച്ചവനായി ചെങ്കി. പിന്നെയാണോ നീ നീർക്കോലി? നിന്നെ ഞാൻ കണ്ടോളാം. സംഗതി ക്ലീൻ. നശിച്ചു പോ. എന്തുണ്ടായി? പാമ്പിനെ കണ്ടോ? വെമ്പാലയാ? നീർക്കൊല്ലിയായിരുന്നു. അത്താഴം മുടക്കാൻ അത് മതി. നാളെ മേലാക്കം നാവ് നീട്ടൂല. ആരായിരുന്നു? കുറിക്കമ്പനി. എന്തു കൊടുത്തു? ഒരു ചട്ടി. അത് പൊട്ടി. അങ്ങോട്ട് നടാ. ഓ ഓ ഓ. ഇതാച്ച കപ്പ. പിന്നെ നെല്ല് അവറ്റങ്ങൾക്ക് തൊണ്ട വരണ്ടിരിക്കുകയാണ് ദാഹം കൊണ്ട്. അച്ഛൻ ഇപ്പൊ വരാം. പാടാ മക്കളെ. വാ 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 വാ.
അഭിഷേകം കഴിഞ്ഞ തീർത്ഥവും കുടിപ്പിച്ചോ? അവറ്റങ്ങൾ തൊണ്ട വരണ്ട് നിൽക്കുകയായിരുന്നു തമ്പ്ര. കൊണ്ടുപോകണേ, അച്ഛൻ ഇതും കൂടി അകത്താകട്ടെ. ഓഹോ, കപ്പ കൊള്ളാമല്ലോ. അയ്യോ തമ്പ്ര, ഇതെന്ത് തമ്പ്ര? ഞങ്ങളെ തൊടാവോ? തൊട്ട് തിന്നാവോ? തൊട്ടാലും തിന്നാലും ഒന്നുമില്ല. ഇതെന്താ വിഷ? എനിക്ക് ജാതി ആയിട്ടൊന്നുമില്ലെന്ന് അയ്യപ്പൻ അറിഞ്ഞൂടെ? എന്റെ മണിയനാകപ്പാടെ മാറിയിരിക്കണ ഈയിടെ. പിടിവാശിയും ദുശാട്ടിയും ഒക്കെ എങ്ങോട്ടേ പോയിന്നറിയില്ല. അവൻ പഴിച്ചു പോവില്ല. കുന്നത്ത് വെച്ച വിളക്ക് പോലെ തെളിയും. കണ്ടോളി, ദൈവം ഉണ്ടല്ലോ മോളില്. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് അവൻ ഈ പ്രായത്തിൽ. എന്തൊക്കെ ഒരു മുഖം ഉണ്ടാവും അവന്. വല്ലതും നിർത്തിക്കാനാവോ നമ്മളെ കൊണ്ട്? ചില നേരം വയറ്റിലേക്ക് തന്നെ കഷ്ടിയാവും. എന്തിനാ ഇതൊക്കെ മറച്ചു പിടിക്കണ? അമ്മേ, ഏട്ടൻ എന്നാ ഞാൻ പോട്ടെ, നാളെ വരാം. ഞാനൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതോടെ കൊണ്ടുപോകും. എന്താടോ? താൻ ഇങ്ങോട്ട് വാടോ. എന്തടോ ഇത്? ലേശം പൊടിയേരിയാ. വയ്യാത്തവരൊക്കെ ഉണ്ടല്ലോ അവിടെ. ആ, ചോദിക്കാൻ മറന്നു. എങ്ങനെയുണ്ട് മണിയന്റെ അച്ഛന്? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു ഭേദവുമില്ല. ആ, ഞാൻ ഇറങ്ങട്ടെ. ആ, ഉണ്ണാനും കൂടി വരാണ്ട് എന്തൊരു അധ്വാന എന്റെ കുട്ടിയെ ഇത്. നീ എന്തിനാ കണ്ടത്തിലിറങ്ങണേ? അയ്യപ്പൻ പൂട്ടില്ലേ കന്നിനെ? എന്ത് ചെയ്യാനാ അമ്മത്തമ്പ്രോ? ചേറ് കണ്ടു കഴിഞ്ഞാ പിന്നെ കൊച്ചിയമ്പ്രാനൊരു ആല. എന്നാ മക്കളെ, ആ തിന്നു. എടി, അയ്യപ്പൻ പോയി അല്ലേ ഊണ് കഴിക്കാൻ പോലും നിക്കാണ്ട്? ആ, ഇപ്പൊ കള്ളുഷാപ്പിൽ എത്തിയിട്ടുണ്ടാവും. ഞാനും വരട്ടെ പാടത്തേക്ക്? വേണ്ട വേണ്ട, നീ പഠിച്ച് ഉദ്യോഗസ്ഥയാകുകയോ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാകുകയോ മറ്റോ ചെയ്യ. പാടത്ത് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആരാണാവോ ഈ ഞങ്ങളൊക്കെ? അറിഞ്ഞൂടാ. എനിക്കറിയാം. അയ്യോ, ഞാൻ ആരോടും പറയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ കേക്കണേ? ആണോ? ഏറ്റവും ഇഷ്ടം ഏട്ടന് ഇഷ്ടം? ഞാൻ ആരോടും പറയില്ല കേട്ടോ. ഏട്ടന് അതിലേറെ ഇഷ്ടം. തപാൽപ്പെട്ടി തമ്പ്രം ഞാൻ. അതുകൊണ്ട് നീ ഇതടി. ആയി പിന്നെ ഇതടിച്ചോ തമ്പ്ര. എന്നെ ഏറ്റിക്കോ. എന്റെ പൊതി അത് പതിവ് പോലെ കെട്ടിവെച്ചാക്കല്ലേ? ഓ, ഈ തന്തയുടെ മോളെ ഒരു നറുക്കൊന്ന് ചേർക്കാൻ ഞാൻ പെടുന്ന പാട് ചേർത്തില്ല. പക്ഷേ ഞാൻ ചേർക്കും. അവളെ ബാലന്റെ കുറിയിൽ ചേർന്നുപോയി ജങ്കീരി.
ഇനി അവിടെ രക്ഷയൊന്നുമില്ല. ഈ കള്ളിലെ വെള്ളമാണ് സത്യം. ഞാൻ ചേർത്തും. ബെടായി പറയാതിരിക്കണ എന്റെ കീരിക്കുട്ടി. ഒറ്റ പ്രേമലേഖനം സംഗതികളിൽ. മോളെ നീലിയേ, മോളെ നീലിയേ, ഇവിടെ വാടി. നിന്റെ മുഖം കറുത്തല്ലോടി. നിനക്ക് മീൻ മേടിക്കാൻ വേണ്ടി അല്ലടി അച്ഛൻ ദിവസവും കള്ള് ഷാപ്പിൽ പോണത്. അല്ലെ അച്ഛന് കള്ള് ഷാപ്പിൽ എന്ത് കാര്യം? ആ ചൂട്ടൻ കളയും. പറഞ്ഞ പോലെ ചൂട്ടിനി എന്തിനാണ്? ചൂട്ട അല്ലേ? നീ കരയണ്ട, നിനക്ക് നിന്റെ അച്ഛനില്ലടി. ഇന്നെന്താ ഈ ചേലിക്കൊരു പൂതി? കൊച്ചമ്പ്രാനെ തിരയാറായിന്നാ തോന്നണേ. ഏറെ തിരയണ്ട കൂട്ടരെ. വേണ്ടാട്ടോ, വേണ്ടാച്ച പറ്റോ? തടഞ്ഞാ നിക്കോ? തമ്പ്രാട്ടി, തമ്പ്രാട്ടി, ഒന്നിങ്ങോട്ട് വന്നേ. അയ്യേ, നിന്ന് കരയാ. എല്ലാവർക്കും ഉള്ളതല്ലേ. അമ്മയുടെ കുട്ടി കരയണ്ട കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. ആണ്ട് മുങ്ങിക്കോ, അമ്മ ഇപ്പൊ വരണുണ്ട് കേട്ടോ. എന്താ അമ്മേ? കുട്ടി വയസ്സറിയിച്ചു. ഓഹോ, അപ്പൊ എന്തൊക്കെ വേണ്ടച്ചാ പറഞ്ഞോളൂ. അങ്ങനെ വലിച്ചങ്ങോട്ട് കുത്തിക്കോളൂ. 2 ദിവസമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ദീർഘസുമംഗലീ ഭവ. കുളി കഴിയുന്നവരെ ഇത് കയ്യിലുണ്ടാവണം. 4 ദിവസം അവിടെ ഇരിക്കുകയും വേണം. അല്ലേ? മണിയും ദേവൻ നിൽക്കുന്നു. പെൺകുട്ടികൾ വയസ്സറിഞ്ഞിരിക്കുന്നിടത്ത് ആൺകുട്ടികൾക്ക് എന്താ കാര്യം? പിന്നെ ആർക്കാ കുഞ്ചിയമ്മ കാര്യം? നിങ്ങൾക്കാ? ഒന്ന് കണ്ടോട്ടെ അമ്മ തമ്പ്രാന്റെ മുഖം.
വഴിയിലൊക്കെ അങ്ങോട്ട് വിതച്ചോളൂ. നല്ലോണം മുളയ്ക്കട്ടെ. ആ അങ്ങനെ. ആ ഇതാ വാങ്ങിച്ച്. അകമൊക്കെ അടിച്ചുവരെ തളിച്ചുവോ? ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ശരി.